പുതുവർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിനു വേണ്ടിയിട്ട് തലസ്ഥാന നഗരിയും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ കൊച്ചി സാധാരണഗതിയിൽ പുതുവർഷം എന്നൊക്കെ പറയുമ്പോൾ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി എന്നൊക്കെയാണ് നമ്മളെപ്പോഴും ഓർക്കാറ് അല്ലെങ്കിൽ പറയാറൊക്കെ ഉള്ളത്. പക്ഷേ അതിൽ കവിയുന്ന ഇത്തവണ തിരുവനന്തപുരത്ത് കോവളത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശംഖുമുഖം, LMS, അതുപോലെ തന്നെ മാനവീയം വീഥി, കനകക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പുതുവർഷത്തിനെ ആഘോഷമാക്കാൻ വേണ്ടി, പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. ഈ കനകക്കുന്നിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെയധികം ജനപ്രവാഹം തന്നെയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇനി അല്പം കൂടെ സമയം കഴിയുമ്പോൾ ഇതിലും തിരക്ക് കൂടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിന് മുൻപേ തന്നെ ഇവിടെ വലിയ തരത്തിലുള്ള ജനങ്ങളാണ് ഉള്ളത്. പറയുന്നത് പോലെ കേരള ടൂറിസം ഒരുക്കിയ വസന്തോത്സവവും ഈ ലൈറ്റ് ഷോയും ഒക്കെ കാണാൻ ഒരാഴ്ച മുന്നേ തന്നെ ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പുതുവർഷത്തെ ആഘോഷമാക്കാൻ വേണ്ടി തലസ്ഥാന നഗരി ഒന്നടങ്കം ഈ ഒരു കനകക്കുന്നിലെത്തി എന്ന് തന്നെ പറയാം. പക്ഷേ കോവളത്ത്, ശംഖുമുഖത്ത്, മാനവീയം വീഥിയിലൊക്കെ തന്നെ ആഘോഷം നടക്കുന്നതിനാൽ അവിടേക്കെല്ലാം ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരുടെ പ്രതികരണങ്ങൾ കൂടെ തേടാവുന്നതാണ്. ചേച്ചി, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്? അതെ. എന്തുണ്ട്, എങ്ങനെയുണ്ട് ന്യൂ ഇയർ? അടിപൊളിയാണ്. ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ ഇതേ ഇവിടെ കുറെ കുട്ടികളൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ന്യൂ ഇയർ കൊള്ളായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ കുഴപ്പമില്ല. അതെ, അങ്ങനെ കുട്ടികളും മുതിർന്നവരും അടക്കം ഒരുപാട് പേരാണ് കനകക്കുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ വസന്തോത്സവമൊക്കെ 35,000-ലധികം ചെടികൾ വരുന്ന, വിവിധ രാജ്യങ്ങളിൽ നിന്ന് 35,000-ലധികം ചെടികൾ വരുന്ന ഒരു വസന്തോത്സവം കാണാനൊക്കെ വളരെയധികം തിരക്കാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള പുതുവർഷ ദിനം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ ഇവിടെ എപ്പോഴും വലിയ തരത്തിലുള്ള തിരക്ക് തന്നെയാണ് ഉള്ളത്. പിന്നെ തലസ്ഥാന നഗരി നമുക്കറിയാം എല്ലാ ആഘോഷവും ആഘോഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങളെയും വർണ്ണാഭമാക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുള്ള നഗരം തന്നെയാണ് തലസ്ഥാന നഗരി. ഈ LMS ഗ്രൗണ്ടിലാണെങ്കിലും 5000-ലധികം നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും ഒക്കെയായി LMS ഗ്രൗണ്ടിലും വളരെയധികം ഉണ്ട്. ഇവിടെ എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ഉഷാറാണോ? അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ എങ്ങനെയുണ്ട് ന്യൂ ഇയർ ഒക്കെ? സൂപ്പറാണ്. ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടോ പുതിയ വർഷത്ത്? എന്താ അത്? കുറെ സ്ഥലത്തൊക്കെ പോണം, പിന്നെ എന്നാ ഇത്തിരി കൂടെ നല്ല കുട്ടിയെ കാണണം. ഇവിടെ എന്താ പുതിയ വർഷമായിട്ട് എന്ത് ചെയ്യണം? നല്ല കുറച്ച് ക്രാഫ്റ്റ് ചെയ്യണം എന്നൊക്കെ. അതെ, നമുക്കറിയാം പുതിയ വർഷങ്ങൾ എപ്പോഴും പലരുടെയും നടക്കുന്ന സ്വപ്നങ്ങൾ കാണും, നടക്കാത്ത സ്വപ്നം കാണും, റെസൊല്യൂഷൻ കാണും. ഈ പറയുന്നത് പോലെ ഒരുപാട് പേരുടെ ഒരു പുതിയ വർഷം, പുതിയ തുടക്കം, പുതിയ ജീവിതം എന്നൊക്കെ പറയുന്ന, ചിലപ്പോൾ നമുക്ക് തോന്നും പ്രത്യേകിച്ച് എന്ത് മാറ്റം ഇതിൽ നിന്ന് വരുന്നു എന്നൊക്കെ. പക്ഷേ അല്ല, ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ 2025 അവസാനിച്ച് 2026 കടക്കുമ്പോൾ ഒരു പുതിയ തുടക്കം തന്നെയാണ് പലർക്കും പറയാനുള്ളത് അല്ലെങ്കിൽ കാണിക്കാനുള്ളത് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അത്തരത്തിൽ ഈ ഒരു തലസ്ഥാന നഗരി ഒന്നടങ്കം ന്യൂ ഇയറിന് വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ 2026 എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. ഈ വർണ്ണാഭമായ ലൈറ്റുകളും പുഷ്പാലങ്കാരങ്ങളും ദീപാലങ്കാരങ്ങളും ഒക്കെയായി ഇത്തവണത്തെ ഈ വർഷം ഇതേ അവസാനിക്കാൻ പോവുകയാണ്. അത്തരത്തിൽ നമ്മൾ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായ കനകക്കുന്നിൽ നിന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്യാമറ പേഴ്സൺ അജിത് കുമാറിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.